രാത്രി ഒരു 12 മണിയായപ്പം ഒരു ഉപ്പാനെ കൊണ്ടുവന്നു. കുറേ ജനങ്ങളുണ്ട്, കുറേ ബന്ധുക്കളുണ്ട് കൂടെ, ഉമ്മമാരുണ്ട്, ചേട്ടനനിയന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്, മക്കളുമുണ്ട്. ആളെ കൊണ്ടുവന്ന ആള് വന്ന സമയത്ത് ജീവനുണ്ട്, ആൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ് മെയിൻ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ആൾക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വെന്റിലേറ്റർ ആക്കണം. എടുത്ത പാടെ എന്നോടൊരു ചോദ്യമാണ്, അപ്പം മരിച്ചല്ലേ? അല്ല, ഈ ചിന്താഗതിയാണ് നമ്മൾ മാറ്റണ്ടേ. നമ്മൾ ഒരു വെന്റിലേറ്ററിലോട്ട് ഒരു രോഗിനെ ആക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരിച്ചെന്നല്ല അർത്ഥം. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നേരെ എമർജൻസി മെഡിസിനിലേക്ക് കൊണ്ടുപോവാണ്, അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ആ സംവിധാനവും വെന്റിലേറ്ററും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ സംവിധാനം എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഒരു രോഗീനെ ഗുരുതരാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പേഷ്യന്റിനെ വെന്റിലേറ്ററിലോട്ട് ആക്കുന്നത്. ഈ കാര്യം നമുക്കേ അറിയുള്ളൂ. ഇതിപ്പോ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി വിടുമ്പോൾ ഇത് അവര് സമ്മതിക്കത്തില്ല. വെന്റിലേറ്ററിൽ ആക്കുമ്പോൾ എന്താണ് എക്സ്ട്രാ ആ രോഗിക്ക് ലഭിക്കുന്നത്? ആ രോഗിക്ക് സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ വരുമ്പോൾ ആ രോഗിക്ക് ശ്വാസം എടുക്കാൻ വേണ്ടി നമ്മളൊരു മെക്കാനിക്കൽ ഒരു ഇൻപുട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ആ സമയത്ത് ആ രോഗിയുടെ എന്താ പറയാ, ലങ്സ് വർക്കിംഗ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ മസിൽസ് വർക്കിംഗ് ആയിരിക്കത്തില്ല, ശ്വാസം എടുക്കേണ്ട മസിൽസ് വർക്കിംഗ് ആയിരിക്കത്തില്ല, ഹൃദയം ചിലപ്പോൾ പമ്പ് ചെയ്ത് വരത്തില്ല. അപ്പോൾ ഇത് നമ്മൾ വെന്റിലേറ്ററിൽ ആക്കി കഴിഞ്ഞാൽ ഇത് ആ ലങ്സിന് ഒന്ന് വർക്കായി വരാനും ബാക്കി മസിൽസിനൊക്കെ ഒന്ന് രൂപീകരണം വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആളുകളുടെ വെന്റിലേറ്ററിനെ കുറിച്ചുള്ള ഈ ഒരു തെറ്റിദ്ധാരണ കാരണം അവർ വേണ്ട, വെന്റിലേറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട, അങ്ങനെ വല്ല അനുഭവങ്ങൾ ഡോക്ടർ? ഒബ്വിയസ്ലി ഏത് പേഷ്യന്റ് ആണ് റിസ്കിൽ വരുന്നതും ഏത് പേഷ്യന്റ് ആണ് വെന്റിലേറ്റർ ആക്കിക്കാൻ ഗുണം ചെയ്യുക എന്നുള്ള. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡന്റ് ആയിട്ട് വരുന്ന ഒരാൾ, മൂപ്പര് ആ വെന്റിലേറ്ററിൽ ആക്കി കഴിഞ്ഞാൽ അത് കൺഫേം ആണ്, മൂപ്പര് റിക്കവറി റേറ്റ് കൂടുതലാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ അതേ സമയത്ത് ഒരു 60-70 വയസ്സുള്ളൊരു ഉപ്പ, മൂപ്പർക്ക് പല അവയവങ്ങളും പ്രശ്നത്തിലാണ്. അതായത് ഹൃദയം പ്രശ്നത്തിലാണ്, വൃക്ക പ്രശ്നത്തിലാണ്, ലങ്സും പ്രശ്നത്തിലാണ്. അങ്ങനെ വരുന്ന ഒരാളെ നമ്മൾ വെന്റിലേറ്ററിലാക്കി കഴിഞ്ഞാൽ എന്താ പറയാ, ചാൻസസ് കുറവാണ്, പക്ഷെ അവിടെയും സർവൈവൽ റേറ്റ് കൂടുതലാണ്. അപ്പോൾ എമർജൻസി മെഡിസിനിൽ നിന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള ക്രൈറ്റീരിയ എന്താണ്? അത് ഡോക്ടർമാരാണല്ലോ തീരുമാനിക്കുക. നമ്മൾ രോഗിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ രോഗിയുടെ ഗുരുതരാവസ്ഥയും ലക്ഷണങ്ങളും അനുസരിച്ചാണ് നമ്മൾ വെന്റിലേറ്ററിലാക്കണോ വേണ്ടിയോ തീരുമാനിക്കും. ഇതിനകത്ത് മെയിനായിട്ട് നമ്മളിപ്പോൾ ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആളുടെ ബോധാവസ്ഥ വളരെ കുറവാണെങ്കിൽ നമ്മൾ വെന്റിലേറ്ററിലാക്കും. സ്വന്തമായിട്ട് ശ്വാസം എടുത്തുവിടാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അയാളെ നമ്മൾ വെന്റിലേറ്ററിലാക്കും. ഒരു വിഷം കഴിച്ച ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ലങ്സിനെ ബാധിക്കും, അയാളുടെ ശ്വാസം എടുക്കുന്ന മസിൽസിനെ ബാധിക്കും. ആ ഒരു സിറ്റുവേഷനിൽ സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവരെ നമ്മൾ വെന്റിലേറ്ററിലാക്കും.